ദൈവനാമത്തിന് മഹത്വം കരയറ്റുന്നു. രാത്രികാലം വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാനും ദൈവത്തിന്റെ വചനം പഠിപ്പാനും തക്കണം ദൈവം നമ്മളെ ഇടയാക്കിയല്ലോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ഒരു പുതിയ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 11-ാം അധ്യായം. ഈ ലേഖനത്തിലെ 3-ാമത്തെ വിഷയമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 7 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ കൊരിന്ത്യർ അയച്ച എഴുത്തിന്റെ മറുപടി അപ്പോസ്തലനായ പൗലോസ് 6 ഭാഗങ്ങളിൽ കൂടി കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്നു. അതിൽ 1-ാമത്തെ ഭാഗം 7-ാം അധ്യായം വിവാഹം എന്ന വിഷയം, അത് നമ്മൾ പഠിച്ചു. 2-ാമത്തെ ഭാഗം 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വിഗ്രഹാർപ്പിതം സംബന്ധിച്ചുള്ള ഉപദേശം. കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. 3-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ക്രിസ്തീയ ആരാധനയോട് അനുബന്ധിച്ച പ്രശ്നങ്ങൾ എന്ന വിഷയമാണ് ഈ ഭാഗത്ത് നാം പഠിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്തെ നമ്മൾ 2ആയിട്ട് വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടം ഇടുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതിന്റെ 2-ാമത്തെ ഭാഗം 11 മുതൽ 34 വരെയുള്ള വേദഭാഗങ്ങൾ കർത്താവിന്റെ മേശയോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ. ഇതിലെ ആദ്യത്തെ ഭാഗമാണ് ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത്. അതിന്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 1 Corinthians chapter 11 verse 1 to 6. അതിന്റെ 1-ാമത്തെ വാക്യം: ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവിൻ. ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആകുവീൻ. ഈ വാക്യം വ്യക്തമായും 10-ാം അധ്യായത്തോട് ചേർന്ന് പോകേണ്ടതാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കൊരിന്ത്യർ തന്റെ അനുകാരികളാകുവാൻ തക്കവണ്ണം പൗലോസ് ആഹ്വാനം ചെയ്യുന്നു. ഒരു അപ്പോസ്തോലൻ അല്ലെങ്കിൽ പ്രസംഗകൻ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. തീത്തോസിന്റെ ലേഖനം എടുത്താട്ട് 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, ടൈറ്റസ് chapter 2 verse 7. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയുവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക. അപ്പോൾ ഒരു അപ്പോസ്തലനെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രസംഗകനെ സംബന്ധിച്ചിടത്തോളം, ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അവൻ മാതൃകയായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അനുകാരിയാകുവാൻ തക്കവണ്ണം ശ്രമിച്ചു എന്ന് അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ ക്രിസ്തുവിന്റെ, ഇവിടെ നാം വായിച്ചു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ പൗലോസ് ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു എന്ന് അവകാശപ്പെട്ടു. എപ്രകാരം? കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചാട്ട്. Galatians chapter 4 verse 4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്. അവൻ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചു. അതുപോലെ അപ്പോസ്തലനായ പൗലോസും ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനാണ്. കർത്താവായ യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, റോമൻസ് chapter 1 verse 5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായിട്ട് ജനിക്കുകയും. അപ്പോൾ ദാവീദിന്റെ സന്തതിയായിട്ട് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. അവൻ ദരിദ്രനായി ജനിച്ചു. സ്വർഗീയ സൗഭാഗ്യങ്ങളൊക്കെയും ഉണ്ടായിട്ടും അവനൊരു ദരിദ്രനായി ജനിച്ചു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, 2 Corinthians chapter 8 verse 9.
നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ദരിദ്രനായിട്ട് ജനിച്ചു, സ്വർഗീയ സമ്പന്നനായിരുന്നിട്ടും താണ ലോകത്തിലേക്ക് അവൻ വന്നു. പൗലോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൗലോസും ധനികനായിരുന്നു, പക്ഷേ ക്രിസ്തു നിമിത്തം സകലവും ഛേദമെന്നെണ്ണി. ഹല്ലേലൂയ. ക്രിസ്തീയ വേലയോടുള്ള ബന്ധത്തിൽ അവൻ ദാരിദ്ര്യം അനുഭവിച്ചു, കഷ്ടത അനുഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനായിട്ട് ജനിച്ചു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. ഫിലിപ്പീൻസ് ചാപ്റ്റർ 2:7. എന്ന് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു. ഹല്ലേലൂയ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേണം ദാസരൂപം എടുത്തു. അവൻ മനുഷ്യനായി ജനിച്ചു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ച് ദാവീദിന്റെ സന്തതിയായിട്ട് ദരിദ്രനായി പൂർണ്ണ മനുഷ്യനായി തീർന്നത് യഹൂദന്മാരെ മാത്രമല്ല സകലരെയും രക്ഷിക്കുവാനായിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസ് ജാതികളുടെ മധ്യത്തിൽ നിർവഹിച്ച ആ ദൗത്യം ക്രിസ്തുവിന്റെ ദൗത്യത്തിന്റെ അനുകരണമാണ്. കർത്താവായ യേശു ക്രിസ്തു യഹൂദന്മാരെ മാത്രം രക്ഷിക്കുവാനല്ല, സകല ജാതികളെയും രക്ഷിക്കുവാനായിട്ട് വന്നതാ. അപ്പോസ്തലനായ പൗലോസിന്റെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ അവൻ ജാതികളുടെ അപ്പോസ്തലനായിരുന്നു. ഇവിടെ പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളാകുവിൻ. ഹല്ലേലൂയ. പല നിലകളിലും ക്രിസ്തുവിനെ അനുകരിച്ചവനായിരുന്ന അപ്പോസ്തലനായ പൗലോസ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ ചില ദിവസങ്ങൾക്ക് മുൻപ് ചിന്തിച്ചതാണല്ലോ. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. കണ്ണീതാട്ട് ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് യഹൂദനായിട്ട് ജനിച്ചെങ്കിലും 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, യഹൂദന്മാരെ നേടേണ്ടതിന് ഞാൻ യഹൂദന്മാരെ പോലെയായി. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവനെ പോലെയായി. ബലഹീനന്മാരെ 22-ാം വാക്യം, ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി. ഏതു വിധത്തിലും ചിലരെ നേടേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഈ അധ്യായത്തിലെ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. 2-ാമത്തെ വാക്യം മുതൽ. നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. സ്തോത്രം. കൊരിന്ത്യർ അയച്ച കത്തിൽ അവരുടെ ആരാധനാ സംബന്ധമായ ചില ക്രമക്കേടുകളെ കുറിച്ച് അവർ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് അങ്ങനെ അനുമാനിക്കാം. അതിന്റെ മറുപടിയാണ് ഈ ഭാഗം. സ്തോത്രം. 2 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾ സഭായോഗത്തിൽ മൂടുപടമിടുന്നതിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 2-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിച്ചു, നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്യുകയാൽ നിങ്ങളെ പുകഴ്ത്തുന്നു. നിങ്ങളെ ഞാൻ പുകഴ്ത്തുന്നു. അപ്പോസ്തലന് ശാസിക്കാനും പ്രശംസിക്കാനും അറിയാം. പലയിടങ്ങളിലും അവരെ ശാസിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അർഹിക്കുന്ന ഇടത്ത് പ്രശംസ കൊടുക്കുവാൻ കൊണ്ട് നമ്മൾ മടിക്കരുത്. പ്രശംസ അർഹിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നാം അത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. അപ്പോൾ തന്നെ അവരെ ശാസിക്കേണ്ട ഇടങ്ങളിൽ ശാസിക്കുകയും വേണം. സ്തോത്രം. താഴോട്ടുള്ള ഭാഗങ്ങളിൽ സ്ത്രീകൾ ആരാധനാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള വസ്ത്രധാരണമാണ് സ്വീകരിക്കേണ്ടതെന്ന് പറയുന്നു. ലിംഗ ജാതി വ്യത്യാസം കൂടാതെ എല്ലാ വിശ്വാസികളും ക്രിസ്തുവിൽ ഒന്നാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിരുന്നു. സ്തോത്രം. ശ്രദ്ധയോടെ കേൾക്കുക. ലിംഗ വ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ
എല്ലാ വിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിൽ ഒന്നാണെന്ന് പൗലോസ് പഠിപ്പിച്ചിരുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 28. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അതിൽ, അതായത് 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നു, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങളിൽ, അതിൽ യഹൂദനും യവനനുമെന്നില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല, ആണും പെണ്ണും എന്നില്ല. ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഇവിടെ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അടിസ്ഥാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകളും ആരാധനായോഗങ്ങളിൽ സംബന്ധിച്ചു തുടങ്ങി. സ്തോത്രം. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം സ്നാനമേറ്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്ന നിങ്ങളിൽ ആണും പെണ്ണുമെന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അടിസ്ഥാനമായി വ്യാഖ്യാനിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകളും ആരാധനാ യോഗത്തിൽ സംബന്ധിച്ചു തുടങ്ങി. ഈ സാഹചര്യം അപ്പോസ്തലനായ പൗലോസിന്റെ അഭിപ്രായ പ്രകടനത്തിന് വഴിയൊരുക്കി. ഉപദേശം കടന്നു ചെല്ലേണ്ട ഒരു മേഖലയായിരുന്നു ഇത്. അപ്പോസ്തോലിക കൽപ്പനകളും അതുപോലെ പ്രമാണങ്ങളും അനുസരിക്കുവാനുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. 2 വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ വായിച്ചിട്ട് മുൻപോട്ട് പോകാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 2 Thessalonians chapter 2 verse 15. എന്നാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവിൻ. ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. രണ്ടാമതൊരു വേദഭാഗം കൂടി, തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം തന്നെ 3-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 2 Thessalonians chapter 3 verse 6. സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. സഹോദരന്മാരെ ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു, ഞങ്ങൾ നിങ്ങളോട് കൽപ്പിക്കുന്നു. അപ്പോൾ അപ്പോസ്തോലിക കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിക്കുവാനുള്ളതാണ്. നമുക്ക് 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ. സൃഷ്ടിയിലെ ക്രമമനുസരിച്ച് സ്ത്രീയുടെ തല പുരുഷനും പുരുഷന്റെ തല ക്രിസ്തുവുമാണ്. ഒരു സ്ത്രീ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണെങ്കിലും സ്ത്രീ എന്ന നിലയിൽ പുരുഷനാണ് അവളുടെ ശിരസ്. ഇത് ശ്രദ്ധയോടെ കേൾക്കുക. ഒരു സ്ത്രീ അവൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ ക്രിസ്തുവിന്റെ അധികാരത്തിന് കീഴിലാണെങ്കിലും
സ്ത്രീ എന്ന നിലയിൽ പുരുഷനാവളുടെ ശിരസ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 28-ാം വാക്യം അനുസരിച്ച് ക്രിസ്തുവിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ല, എന്നാൽ സഭയിൽ അതുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധത്തിലും പുരുഷനാണ് ശിരസ്. ദൈവത്തിന് സ്തോത്രം. 2 വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 18. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകുവണ്ണം കീഴടങ്ങുവിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവിൻ. ഈ കർത്താവിൽ ഉചിതമാകും വണ്ണം ഒരിക്കൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാ. അത് ദൈവത്തിന് സ്തോത്രം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. 2-ാമതൊരു വേദഭാഗം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. 1 Peter chapter 3 verse 1. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. സ്തോത്രം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ, ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. എനിക്ക് തോന്നുന്നു ഞാൻ ഒരിക്കൽ ഈ കാര്യം പറഞ്ഞതാ. മാവേലിക്കര സഭയിൽ ഒരു അമ്മാമ്മയുണ്ട്. കറ്റാണതാ വീട്. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടു. മാവേലിക്കര സഭയിലാ വന്നുകൊണ്ടിരുന്നേ. ഇവര് കാത്തോലിക്ക വിശ്വാസികളാണ്. അവിടുത്തെ ആംഗിളൊക്കെ അവരുടെ കുടുംബവും അവര് ഒരു വലിയൊരു ബെൽറ്റിനുള്ളിൽ കിടക്കുന്ന. അമ്മാമ്മ 2 കിലോമീറ്റർ നടന്നിട്ടാണ് ബസ് കയറിയിട്ട് ചർച്ചയിൽ വരുന്നത്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു വീട്ടുകാർക്കൊക്കെ വിഷയങ്ങളായി. അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഒരു ദിവസം പറഞ്ഞു, നീ ഇനി മുതൽ പ്രാർത്ഥിക്കാൻ പോകണ്ട. അമ്മ പറഞ്ഞു, ശരി, ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം, പക്ഷെ എന്നെ പള്ളിയിലോട്ട് കൊണ്ടുപോകരുത്. ഓക്കെ, ഞാൻ പള്ളിയിലൊന്നും കൊണ്ടുപോകുന്നില്ല, നീ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ചർച്ചിൽ പോകണ്ട. അമ്മാമ്മ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. കുറെ നാൾ അമ്മാമ്മ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ അച്ഛൻ പറഞ്ഞു, നീ പള്ളി പൊക്കോ. അങ്ങനെ വീണ്ടും അനുവദിച്ചു. അങ്ങനെ അമ്മാമ്മ വീണ്ടും പള്ളി വരാൻ തുടങ്ങി. ഒരു ദിവസം അമ്മാമ്മ പള്ളി വന്നപ്പോഴ് അച്ചായൻ പള്ളിക്കകത്ത് ഇരിപ്പുണ്ട്. അച്ചായൻ നേരെ കത്തോലിക്ക പള്ളിയിൽ പോയി അവിടുത്തെ പുള്ളിയുടെ മെമ്പർഷിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്ത് കുടിശ്ശികയൊക്കെ പേ ചെയ്ത് കണക്കൊക്കെ തീർത്തിട്ട് പുള്ളി നേരെ നമ്മുടെ ചർച്ചയിൽ വന്ന് അവിടെ ഇരിക്കുക. അമ്മാമ്മ വന്നപ്പോ അച്ചായൻ പള്ളിക്കകത്ത് ഇരിപ്പുണ്ട്. ഏത് സുവിശേഷം കേട്ടിട്ടാ അച്ചായനും അങ്ങനെ ഒരു തോന്നലുണ്ടായത്? ആരെങ്കിലും പുള്ളിയോട് സുവിശേഷം പറഞ്ഞോ? പുള്ളി പള്ളിയിൽ പോകത്തില്ല, പിടികിട്ടാത്ത ആളാ. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വാക്യമാണ്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാനിടയാകും. അമ്മാമ്മ രക്ഷിക്കപ്പെട്ടത് കണ്ടപ്പോൾ അച്ചായന് തന്നെ തോന്നി ഇവളിൽ എന്തോ മാറ്റം ഉണ്ടെന്ന്. നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മുടെ വീട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ?
നമ്മളിപ്പോഴും അവരുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട്, വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം അവർക്കൊരു വലിയ ഇൻഫ്ലുവൻസാ. എന്ത് മാറ്റമാണ് ഇവനി വന്നത്? അതാ റിയൽ ആയിട്ടുള്ള ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. അച്ചായനോട് ഒരു സുവിശേഷം ആരും പറഞ്ഞിട്ടില്ല, അച്ചായൻ കേൾക്കാൻ തയ്യാറുമല്ലായിരുന്നു. പക്ഷെ സ്വന്തം ഭാര്യയുടെ നടപ്പ് കണ്ടറിഞ്ഞ്, പ്രാർത്ഥന കണ്ടറിഞ്ഞ്, അവളുടെ ആ സഹോദരിയുടെ ജീവിതത്തിലുള്ള വ്യത്യാസം കണ്ടറിഞ്ഞ്, ദൈവത്തിന് സ്തോത്രം, വിശ്വാസത്തിലേക്ക് വന്ന ഒരു മനുഷ്യൻ. എനിക്ക് വളരെ സന്തോഷമുണ്ട് അവരെ കുറിച്ച് ഓർക്കുമ്പോൾ. നമ്മുടെ അജിന്റെ കൂട്ടുകാരനാ അവരുടെ മകൻ. ദൈവത്തിന് സ്തോത്രം. 3-ാം വാക്യം. എന്നാൽ ഏതു പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. ചില വേദഭാഗങ്ങൾ അതോടുള്ള ബന്ധത്തിൽ നാം അറിഞ്ഞിരിക്കുകയാണ്. ഞാൻ അതുകൊണ്ട് ഒരു 10-11 വാക്യങ്ങൾ അങ്ങ് വായിപ്പിക്കുക. വേഗത്തിൽ വായിച്ചു പോകണം. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം. ഇതെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയതാണെന്നുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 5:30. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളത് ആകുന്നു. എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. നമ്മൾ പാടാറുണ്ട്, ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാൻ ഇന്ന് മോദമായി. സന്തോഷത്തോടുകൂടെ വന്നെന്നവർ, എന്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനെ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേന്ന് നമ്മൾ പാടാറുണ്ട്. സ്തോത്രം. ഇവിടെ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളതാകുന്നു. സ്വന്തം അധികാരത്തിൽ നീതി നിവർത്തിക്കുന്നതിൽ യേശു ദൈവത്തോട് സമത്വം അവകാശപ്പെട്ടു. സ്വന്തം അധികാരത്തിൽ നീതി പ്രവർത്തിക്കുന്നതിൽ കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് സമത്വം അവകാശപ്പെടുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല അവൻ അത് ചെയ്യുന്നത്. രണ്ടാമതൊരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നത് അല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. സ്തോത്രം. യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവിനോടുള്ള പുത്രന്റെ വിധേയത്വം ഈ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കൊണ്ടും കഴിയും. മൂന്നാമതൊരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം തന്നെ 6-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 6:38. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ തക്കോണം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. നാലാമതൊരു വേദഭാഗം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 7:16. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. യേശു അവരോട് പറയുന്നു, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്രേ. സ്തോത്രം. അഞ്ചാമതായിട്ടൊരു വേദഭാഗം, 8-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 8:26. നിങ്ങളെ കുറിച്ച് വളരെ സംസാരിക്കുവാനും വിധിക്കുവാനും എനിക്കുണ്ട്, എങ്കിലും എന്നെ അയച്ചവൻ സത്യവാനാകുന്നു.
അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. സ്വയമായിട്ടൊന്നും പറയുന്നില്ല. അവനോട് കേട്ടത് തന്നെ ഞാൻ ലോകത്തോട് സംസാരിക്കുന്നു. ആറാമതായിട്ടൊരു വേദഭാഗം, 8-ാം അധ്യായം 38-ാമത്തെ വാക്യം. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു. 8-ാം അധ്യായം 28-ാമത്തെ വാക്യം. ആകയാൽ യേശു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായി ഒന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യുന്നില്ല, പിതാവ് എനിക്ക് ഉപദേശിച്ച് തന്നതുപോലെ സംസാരിക്കുന്നു. 9-ാമത് 8-ാം അധ്യായം 29-ാം വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നു. 9-ാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല, അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവനുണ്ട്. ഞാൻ എന്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. 10-ാമതായിട്ടൊരു വേദഭാഗം, 8-ാം അധ്യായം 54-ാമത്തെ വാക്യം. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു. ഒരു വേദഭാഗം കൂടി, 14-ാം അധ്യായം അതിന്റെ 10-11 വേദഭാഗങ്ങൾ. ജോൺ ചാപ്റ്റർ 14 വേഴ്സ് 10 and 11. ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിക്കുവിൻ. പിതാവിനെ കാണിച്ചു കൊടുക്കുവാൻ തക്കൊണ്ട് ആവശ്യപ്പെട്ട ഫിലിപ്പോസിനോട് യേശു പറഞ്ഞ ഉത്തരവായത് പ്രകാരം വായിച്ചു. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുമ്പോൾ തുടർച്ചയായിട്ട് അത് പറയുകയാണ്. ഞാൻ എൻ്റെ പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. മുൻപോട്ട് പോകാം. ശിരസ്ഥാനം നോക്കുമ്പോൾ സ്ത്രീ പുരുഷനും, പുരുഷൻ ക്രിസ്തുവിനും, ക്രിസ്തു ദൈവത്തിനും കീഴ്പ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. സൃഷ്ടിയിൽ ക്രമത്തിന്റെ ഒരു ശ്രേണിയുണ്ട്. എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. സൃഷ്ടിയുടെ കാര്യത്തിലുമുണ്ട്. അതായത് ദൈവം, ക്രിസ്തു, പുരുഷൻ, സ്ത്രീ, അതാ അതിന്റെ ക്രമം. ഈ ശ്രേണിയിലെ ആദ്യത്തെ മൂന്നും, ആദ്യം പറഞ്ഞ മൂന്നും പിന്നാലെ വരുന്നതിന്റെ ശിരസാണ്. അതായത് ദൈവം ക്രിസ്തുവിന്റെ ശിരസ്, ക്രിസ്തു പുരുഷന്റെ ശിരസ്, പുരുഷൻ സ്ത്രീയുടെ ശിരസ്. സ്തോത്രം. എന്തുകൊണ്ട് പുരുഷൻ സ്ത്രീയുടെ തലയായി? നമുക്ക് ആദ്യത്തെ സ്ത്രീയായ ഹവ്വയെ അറിയാം. ഹവ്വയുടെ രൂപവൽക്കരണം സംബന്ധിച്ച് അവൾ നരനിൽ നിന്നെടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ നരനിൽ നിന്ന് അവൾ എടുക്കപ്പെട്ടു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം എടുത്താട്ട് 2-ാം അധ്യായം അതിന്റെ 21 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ. ജെനസിസ് ചാപ്റ്റർ 2 വേഴ്സ് 21 to 23. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി,
അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഠനിദ്ര വരുത്തി. ആദാമിനെ ഉണ്ടാക്കിയ ശേഷം അവനെ ഉറക്കി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇത് ഇപ്പോൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്ക് നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്ത്രീയായ ഹവ്വയുടെ രൂപവൽക്കരണം അല്ലെങ്കിൽ ഹവ്വയെ ഉണ്ടാക്കിയത് അവളെ നരനിൽ നിന്ന് എടുത്തിട്ടാണ്, പുരുഷനിൽ നിന്ന് എടുത്തിട്ടാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പുരുഷൻ സ്ത്രീയുടെ തലയായി. ഹല്ലേലൂയ. രണ്ടാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ക്രിസ്തു പുരുഷന്റെ തലയായി? പുരുഷന്റെ അസ്തിത്വത്തിന് കാരണം ക്രിസ്തുവാണ്. കാരണം അവൻ മനുഷ്യന്റെ മൂലമാതൃകയാണ്, ആർക്കിടൈപ്പ്, മൂലമാതൃക. നീ പറയുന്ന വേദഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഒന്നാമതായിട്ട് യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ട് 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ജോൺ ചാപ്റ്റർ 1 verse 1 to 3. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. ആദിയിൽ വചനമുണ്ടായിരുന്നു. നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോവുകയാണ്, ആദിയിലേക്ക് പോവുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആര്? കർത്താവായ യേശു ക്രിസ്തു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. അവന്റെ ദൈവത്വവും നിത്യത്വവും വെളിപ്പെടുത്തുന്ന വാക്യമായത്. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരമുളവായി, മനുഷ്യനും അവൻ മുഖാന്തരമുളവായി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 1 Corinthians chapter 8 verse 6. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമുമാകുന്നു. അപ്പോൾ മനുഷ്യനും അവൻ മുഖാന്തരമുള്ളവായി. ഒരു വേദഭാഗം കൂടെ എടുത്താട്ട് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. കൊലോഷ്യൻസ് ചാപ്റ്റർ 1 verse 16. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നാം ഈ വേദഭാഗത്തിൽ വായിച്ചു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, മനുഷ്യനും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. സ്തോത്രം. രണ്ടാമതൊരു വേദഭാഗം ഞാൻ എടുക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. നമ്മൾ ചിന്തിക്കുന്ന കാര്യം, എന്തുകൊണ്ട് ക്രിസ്തു പുരുഷന്റെ തലയായി? ആദിയിലെ കാര്യം ഞാൻ പറഞ്ഞു. ആദിയിൽ അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. ഹല്ലേലൂയ. സകലതും അവൻ മുഖാന്തരം ഉളവായി, മനുഷ്യനും അവൻ മുഖാന്തരം ഉളവായി. ഈ കാര്യം മനസ്സിൽ വെക്കുക. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിലും നമ്മുടെ സാദൃശ്യ പ്രകാരവും മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം പറയുന്നു നാം. ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ നാം എന്ന് പറയുന്നു, അല്ലേ? നമ്മളെങ്ങനെ സാധാരണ പറയുന്നേ? ഞാനെന്നല്ലേ പറയുന്നേ? ഒരു വ്യക്തിയാ. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുന്നു നാം. കാരണം നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിച്ചു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെ ആയിരുന്നു. അപ്പോൾ ദൈവം പറയുന്നു നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യ പ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ഇംഗ്ലീഷിൽ ആ വേദഭാഗം ഒന്ന് വായിച്ചേ. Then God said, let us make man in our image, after our likeness, and let them have dominion over the fish of the sea, and over the birds of the heavens, and over the livestock, and over all the earth, and over every creeping thing that creeps on the earth. സ്തോത്രം. Then God said, let us make man in our image, after our likeness. അവിടെയെല്ലാം നാം, നമ്മുടെ എന്ന വാക്കുകളാ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങളിൽ ചിന്തിച്ചു. കുറച്ചു മുമ്പ് നമ്മൾ വായിച്ചു, ഞാൻ പിതാവിലും. ഏറ്റവും അവസാനം വായിച്ച വാക്യം അതായിരുന്നു, ഞാൻ പിതാവിലും പിതാവ് എന്നിലും വസിക്കുന്നു എന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് ഈ നാം എന്ന് സ്ട്രെസ് ചെയ്തിരിക്കുന്നത്. ഇനി മൂന്നാമതൊരു വേദഭാഗം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം അതിന്റെ 47-ാമത്തെ വാക്യം. 1 Corinthians chapter 15 verse 47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. സ്തോത്രം. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്നും മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. രണ്ടാം മനുഷ്യനായി പിറന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. രണ്ടാം മനുഷ്യൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന ആദാമാണ്. ക്ഷമിക്കണം, രണ്ടാം മനുഷ്യൻ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹല്ലേലൂയ, രണ്ടാം മനുഷ്യനായി പിറന്ന. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഒന്നാമത്തെ മനുഷ്യൻ ആദാം, രണ്ടാമത്തെ മനുഷ്യൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അനുസരിച്ച് ക്രിസ്തു. രണ്ടാമത്തെ മനുഷ്യനായി പിറന്ന സാക്ഷാൽ യേശു ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ഒന്നാം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ക്രിസ്തുവിന് ജഡാവതാരം എടുക്കുവാൻ ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തത്. മറ്റൊരു ജീവിയെ തിരഞ്ഞെടുക്കാന്നത് അതുകൊണ്ടാണ്. മനുഷ്യൻ വേണമല്ലോ മനുഷ്യന് ജന്മം കൊടുക്കുവാൻ. എന്നാൽ രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകിയാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ ഉളവായി. മറിയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ അവൻ ഉത്ഭവിച്ചു. അപ്പോൾ തന്നെ രണ്ടാം മനുഷ്യൻ
ഒന്നാം മനുഷ്യനോട് സാദൃശ്യമുള്ളവനാകിയാൽ അവൻ മനുഷ്യകുലത്തിൽ പിറന്നു. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു മുഖാന്തരം പുരുഷനുളവായി, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും പുരുഷനുളവായി. അങ്ങനെ ക്രിസ്തു പുരുഷന്റെ തലയായി. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ഹല്ലേലൂയ. പറഞ്ഞു വന്നത്, പുരുഷന്റെ അസ്തിത്വത്തിന് കാരണം ക്രിസ്തുവാണ്. കാരണം അവൻ മനുഷ്യന്റെ മൂലമാതൃകയാണ്. അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് പുരുഷനെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ ക്രിസ്തു പുരുഷന്റെ തലയാണ്. മൂന്നാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ദൈവം ക്രിസ്തുവിന്റെ തലയായി? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 23-ാമത്തെ വാക്യം. 1 Corinthians chapter 3 verse 23. നിങ്ങളോ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. സ്തോത്രം. ഉത്തരം അവിടെയുണ്ട്. ക്രിസ്തു ദൈവത്തിനുള്ളവൻ. സകലത്തിലും ക്രിസ്തു പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ക്രിസ്തുവിന്റെ തലയായി. പുരുഷ സ്ത്രീ ബന്ധത്തിലും ഇത് ആപ്ലിക്കബിൾ ആണ്. ഞാൻ പറഞ്ഞു, സൃഷ്ടിയിൽ ഒരു ക്രമമുണ്ട്. ക്രിസ്തു ദൈവത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഭർത്താവ് ഭർത്താവായിട്ട് തന്നെ ജീവിക്കണമെന്നർത്ഥം. എന്ന് വിചാരിച്ച് നിങ്ങള് അഭിപ്രായങ്ങളൊന്നും ചോദിക്കേണ്ട എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. അഭിപ്രായം ചോദിക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ അഭിപ്രായം ചോദിക്കണം. സകലത്തിലും അഭിപ്രായം ചോദിക്കാനിരുന്നാൽ പിന്നെ അമ്മാമ്മ ഭർത്താവാകും. സ്തോത്രം. 4-ാം വാക്യം, മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ, ഇത് രഹസ്യ പ്രാർത്ഥനയാകട്ടെ പരസ്യ പ്രാർത്ഥനയാകട്ടെ, മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ജനത്തോട് പറയാനുള്ള വാക്കുകൾ ദൈവം ആരിൽ കൂടി നൽകുന്നുവോ ആ ആളാണ് ദൈവത്തിന്റെ പ്രവാചകൻ. ദൈവത്തിന് സംസാരിക്കുവാനുള്ള കാര്യങ്ങൾ ആരിൽ കൂടി ദൈവം നൽകുന്നുവോ ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് പ്രവാചകൻ. നാം ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറയാം. ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി പറയുക മാത്രമല്ല പ്രവചനം. പ്രത്യുത പരിശുദ്ധാത്മാവിന്റെ ഉപകരണം എന്ന നിലയിൽ ഉപദേശം, പ്രബോധനം എന്നിങ്ങനെ ഏത് രൂപത്തിലായാലും ദൈവത്തിന്റെ സന്ദേശം മനുഷ്യരോട് പറയുന്നതെല്ലാം പ്രവചനമാണ്. ഭാവി കാര്യങ്ങൾ മാത്രം പറയുന്നതല്ല പ്രവചനം. ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ ഉപകരണം എന്ന നിലയിൽ ദൈവിക ഉപദേശം, പ്രബോധനം എന്നിങ്ങനെ ഏത് രൂപത്തിലുള്ളതായാലും ദൈവം സംസാരിക്കുന്ന ദൈവത്തിന്റെ സന്ദേശം മനുഷ്യനോട് പറയുന്നതെല്ലാം പ്രവചനമാണ്. ഇതിനെക്കാട്ടി വലിയൊരു പ്രവചന പുസ്തകം ഉണ്ടോ? ഈ പ്രവചനം വിളിച്ചു പറയുന്നവരെല്ലാം പ്രവാചകന്മാരാ. ദൈവിക സന്ദേശം മനുഷ്യരിൽ എത്തിക്കുന്നത്. ഇന്ന് മനുഷ്യർക്ക് പ്രവാചകനിൽ കൂടി ഭാവി കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി.
നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ചോദിക്കുന്ന പല കാര്യങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കാറില്ല. കാരണം മറുപടി അർഹിക്കുന്ന കാര്യങ്ങളല്ല ഈ ചോദിക്കുന്നത്. പിന്നെ നമ്മളങ്ങ് ചോദിക്കുക. മറുപടി കിട്ടിയില്ലെങ്കിൽ നമ്മള് പ്രവാചകന്മാർക്ക് ഓപ്ഷൻസും കൊടുക്കും. മറുപടി കിട്ടിയില്ലെങ്കിൽ പക്ഷെ ഞാൻ ഏത് രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാനാണ് ദൈവഹിതം, ഓപ്ഷനും കൊടുക്കും. ഓപ്ഷൻ എ US, ഓപ്ഷൻ ബി കാനഡ, ഓപ്ഷൻ സി ഓസ്ട്രേലിയ, ഓപ്ഷൻ ഡി UK. ചില വർഷങ്ങൾക്ക് മുൻപ് എന്റെ വണ്ടിയുടെ പുറകിൽ കൊണ്ട് ഒരാൾ ഇടിച്ചു. അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് ഫ്രണ്ട്സായി. അപ്പം പുള്ളിക്കാരന് നോർത്ത് ഇന്ത്യ ജനിച്ചു വളർന്ന ഒരാളാണ്. ഒരു കാലിക്കട്ടക്കാരിയാണ് പുള്ളി കല്യാണം കഴിച്ചേക്കുന്നത്. പുള്ളിക്ക് മലയാളം ശരിക്കറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ വൈഫിന്റെ കാഴ്ച ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പം ഒരു ദിവസം എന്നോട് പറഞ്ഞു വീട്ടിൽ വരണം, ഒരു പാസ്റ്റർ ഉണ്ട്. എന്നെ മെയിനായിട്ട് വിളിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനാ. കാരണം പുള്ളിക്ക് മലയാളം ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ട് എന്നോട് പറഞ്ഞു അയച്ചാ വരണം. ഞാനത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലാക്കി, പുള്ളി അത് ഇംഗ്ലീഷിൽ നിന്ന് ഹിന്ദിയാക്കി. വീട്ടിൽ ചെന്നപ്പോഴാണ് ഒരു യോഗത്തിനുള്ള ആൾക്കാരുണ്ട്, എല്ലാരും ദൂത് കേൾക്കാൻ വന്ന. അപ്പം അവിടെ വന്ന ഒരു ഫാമിലി. അപ്പൊ ഓരോരുത്തരും ഇങ്ങനെ വരികയാണ്, ഓരോരുത്തർ ചോദിക്കുകയാണ്. പുള്ളി കണ്ണടച്ചു, പ്രാർത്ഥിച്ചു, പറഞ്ഞു, ഓരോന്ന് പറഞ്ഞു വിടുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക, ദൈവമേ ഇത് ദൈവത്തിൽ നിന്നുള്ള ദൂതാണോ? അപ്പൊ ഒരാൾക്ക് അറിയേണ്ടത് ഞാൻ ഈ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഞാനാ. അപ്പൊ ഇവര് ഓപ്ഷൻസ് ഇതുപോലെ കൊടുത്തു. അപ്പൊ പുള്ളി പറഞ്ഞു കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചു. ആ മൂന്നാമത് പറഞ്ഞ സ്ഥലം ഏതാ? അവിടോട്ട് പൊക്കോളെ. ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്റെ പൊന്നെ നീ അങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്ത്, കാരണം ഇത് ഞാൻ എന്തിനാ ഈ പാപം വരുത്തി വെക്കുന്നേ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്. പുള്ളി പറഞ്ഞു മൂന്നാമത് പറഞ്ഞ സ്ഥലം ഏതായിരുന്നു? ഓസ്ട്രേലിയ. അപ്പൊ ഓസ്ട്രേലിയക്ക് പൊക്കോളൂ, ഓസ്ട്രേലിയക്ക് പേപ്പറൊക്കെ റെഡി ആയിക്കോളാം. ഈ പുള്ളി അങ്ങ് പോയി. ഒരു മാസം കഴിഞ്ഞപ്പം പുള്ളി എന്നെ വിളിച്ചു, അയച്ചായോ അന്ന് പറഞ്ഞ ഫാമിലി ഉണ്ടല്ലോ, അവരുടെ രണ്ടുപേരുടെയും ജോലി പോയി. അവരുതേ നാട്ടിൽ പോവാ, അവര് ഓസ്ട്രേലിയയിലൊന്നും പോകുന്നില്ല. രണ്ടുപേരുടെയും ജോലി പോയി, അവർ നാട്ടിൽ പോയി. ഓസ്ട്രേലിയയിലെ പരിപാടിയും വിട്ടു, കാനഡയിലെ പരിപാടിയും വിട്ടു. നമ്മൾ ഇതുപോലെ എവിടെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഓപ്ഷൻ കൊടുക്കുക ദൈവത്തിന്. ദൈവം ഇതിനെ ബീഹാറിൽ വിടാനിരിക്കുക, ആ സ്ഥലത്തിന്റെ പേരേ നമ്മൾ കൊടുത്തില്ലെന്നുള്ളത്. അപ്പൊ ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി കിട്ടുമെന്നുള്ള ചിന്ത ചോദിക്കരുത്. കാരണം പല കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നത് ദൈവഹിതമായിരിക്കില്ല, നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസും ദൈവഹിതമായിരിക്കില്ല. ഞാൻ മടങ്ങി വരുന്നു. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒരു വ്യക്തിയോട് പറയുക, പറയാത്തത് പറയാതിരിക്കുക. അതല്ല ഇന്ന് നടക്കുന്നത്. മനുഷ്യർ ഇവരെയോട്ട് വിടത്തുമില്ല, അതല്ലേ കഷ്ടം. ഉത്തരം പറയാതെ ഇവർക്ക് ഊരിപ്പാൻ പറ്റത്തുമില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും, അതായത് പുരുഷനായിട്ട് ജനിച്ച ഏവനും, അത് ഉപദേശിയാകട്ടെ, പാസ്റ്റർ ആകട്ടെ,
അച്ഛനാകട്ടെ മെത്രാനാകട്ടെ. ഇംഗ്ലീഷിൽ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? Every man who prays or prophesies with his head covered dishonors his head. Amen. Every man who prays or prophesies with his head covered dishonors his head. ആദ്യം പറഞ്ഞ തലയെന്ന് പറയുന്നത് അവന്റെ തല, ശരിക്കുള്ള തല. രണ്ടാമത് പറഞ്ഞ തല, ശ്രദ്ധയോടെ അത് വായിച്ചു നോക്കുക. മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. ഇംഗ്ലീഷിൽ വായിച്ചത് എവറി മാൻ ഹു പ്രേസ് ഓർ പ്രൊഫസീസ് വിത്ത് ഹിസ് ഹെഡ് കവേർഡ്, അതായത് സ്വന്തം തല കവർ ചെയ്യുന്നവൻ. ഡിസോണസ് ഹിസ് ഹെഡ്, അവിടെ രണ്ടാമത് പറഞ്ഞ തല ഏതാ? പുരുഷന്റെ തല, അതായത് ക്രിസ്തു. അപ്പോൾ തലയിൽ മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തന്റെ തലയെ അപമാനിക്കുന്നു. സ്തോത്രം. പിന്നെന്തിനാ ചില പുരുഷന്മാർ തല മൂടുന്നത്? സിനഗോഗിൽ യഹൂദ പുരുഷന്മാർ തല മൂടുമായിരുന്നു. തങ്ങൾ ഇപ്പോഴും സിനഗോഗിലാണെന്നും യഹൂദ പാരമ്പര്യം ഉള്ളവരുമാണെന്നൊക്കെ കരുതിയിട്ടാകാം ഇവരിപ്പോഴും മൂടിക്കൊണ്ട് നടക്കുന്നത്. യേശു പോയതിനു മുമ്പ് ഉള്ളതും കൂടെ കീറിയിട്ടാ പോയത്. വേർപാടിന്റെ നടുച്ചുവർ അവൻ ഇടിച്ചു കളഞ്ഞു. ആലയത്തിന്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ രണ്ടായി കീറിക്കൊണ്ട്, താഴേന്നല്ല, താഴേന്നാന്നേ പറഞ്ഞതിനും മനുഷ്യര് പറഞ്ഞതിനും ആരെങ്കിലും വലിച്ചു കീറിയായിരിക്കും. അതുകൊണ്ട് ദൈവം കീറിയത് മേളിന്നാ കീറിയത്. നമ്മൾ പിന്നെയും കട്ടിയുള്ള മിനുങ്ങുന്ന തുണി കൊണ്ടുപോയി കെട്ടി ബാക്കിയുള്ള തലയിലും വെച്ചു. സ്തോത്രം. ദൈവം നമുക്ക് പുതിയൊരു നിയമം തന്നത് അറിയത്തില്ലേ? പുതിയ നിയമസഭ അല്ലെങ്കിൽ ദൈവസഭ സ്ഥാപിതമായത് അറിയത്തില്ലേ? ഈ ദൈവസഭയിൽ പുരുഷനല്ല സ്ത്രീയാണ് തലമുടേണ്ടതെന്ന് നമുക്കറിയില്ലേ? കാലം മാറിയത് അറിയാതെ നടക്കുവാണോ ഇപ്പോഴും? കാലവും മാറി, യുഗവും മാറി, ന്യായപ്രമാണ യുഗം മാറി. നമ്മളിപ്പോ സിനഗോഗിലൊന്നും അല്ല, യഹൂദ പാരമ്പര്യമൊന്നും നമുക്കില്ല, അതിനുള്ള യോഗ്യത നമുക്കില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കൃപായുഗത്തിലാണ് ജീവിക്കുന്നത്. നാം ഓരോരുത്തരുമായിരിക്കുന്ന ദൈവസഭയിലാണ്. അതറിയാതെ ഇപ്പോഴും നമ്മൾ തലമൂടിക്കൊണ്ട് നടന്നാൽ അതിന്റെ തലയായ ക്രിസ്തുവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. 5-ാം വാക്യം. മൂടപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. അത് മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. കൊരിന്ത് സഭയിൽ പല ക്രമക്കേടുകളും ഉണ്ടായിരുന്നു. അത് തിരുത്തുന്ന രംഗമാണ് ഈ ഭാഗം. സ്ത്രീകൾ തല മൂടാതെ ശുശ്രൂഷയിൽ പങ്കെടുത്തു വന്നു. പൗലോസിന്റെ ഉപദേശം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഗലാത്യ സഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ. ക്രിസ്തുവിൽ സ്ത്രീയും പുരുഷനും ഒന്നാണ്. ഈ പൗലോസിന്റെ ഉപദേശം അവരെ അതിന് പ്രേരിപ്പിച്ചിരിക്കുക.
ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ക്രിസ്തുവിനോട് ചേർന്ന ആണും പെണ്ണും ക്രിസ്തുവിൽ ഒന്ന. പിന്നെന്തിനാ ഞങ്ങൾക്ക് അവരുടെ വിട്ട് വന്നൂടെ? അവര് തലയിലിടുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ ഇടുന്നേ? ക്രിസ്തുവിൽ ആണും പെണ്ണും ഒന്നാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ഇടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീ പുരുഷ സമത്വത്തിന്റെ അടിസ്ഥാനമായിട്ട് ഈ സ്ത്രീകൾ അങ്ങ് വ്യാഖ്യാനിച്ചു. നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, സഭായോഗം സംബന്ധിച്ച ശാശ്വതമായിട്ടുള്ള ഒരു ക്രമം ഈ ലേഖനം എഴുതിയ ശേഷമാണ് വന്നത്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷ നിമിത്തം സമൂഹത്തിൽ ആത്മികവും സാമൂഹികവുമായിട്ടുള്ള ഉന്നത പദവി സ്ത്രീകൾക്ക് ലഭിച്ചു. തന്മൂലം കൊരിന്ത്യ സ്ത്രീകളിൽ ചിലർ എല്ലാറ്റിലും തങ്ങൾ പുരുഷന്മാരോട് തുല്യരാണ് എന്ന് ചിന്തിച്ചു പോയി. എന്നാൽ സഭായോഗത്തിൽ സ്ത്രീകൾ അനുവർത്തിക്കേണ്ട പ്രമാണം ഇവിടെ അപ്പോസ്തലൻ സ്ഥാപിക്കുന്നു. ഇവിടെ മാത്രമല്ല, എവിടെ ഇത് ആപ്ലിക്കബിളാ. 5-ാം വാക്യത്തിൽ നാം വായിച്ചു, മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇവിടെ തിരുത്തുന്നത്. മൂടുപടം ഇട്ടുകൊണ്ട് അത് ചെയ്യാമെന്നുള്ള അനുവാദവും ഈ വാക്യത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ശരിയല്ലേ? മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നതിനെയാണ് പൗലോസ് ഇവിടെ തിരുത്തുന്നത്. മൂടുപടം ഇട്ടുകൊണ്ട് ഇത് രണ്ടും ചെയ്യാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് പ്രവചിക്കാം. 5-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും, അതേത് മോഡേൺ അമ്മാമ്മമാരായാലും, ഏത് കൾച്ചറിൽ വളർന്നവരാണെങ്കിലും, ഏത് കാലാവസ്ഥയിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഏത് രാജ്യത്ത് ജീവിക്കുന്നവരാണെങ്കിലും, let it be Asian, let it be African, let it be American, let it be European, സ്ത്രീയായി പിറന്ന ഏതൊരു വ്യക്തിയും ദൈവസഭയിൽ വരുമ്പോൾ മൂടുപടം ധരിക്കണം. ഇത് നിയമമാ. ദൈവത്തിന് സ്തോത്രം. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും, there is no exception, തന്റെ തലയെ അപമാനിക്കുന്നു. മൂടുപടം ധരിക്കാത്ത ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു. 5-ാമത്തെ വാക്യം ഇംഗ്ലീഷിലൊന്ന് വായിച്ചിട്ട്. But every wife who prays or prophesies with her head uncovered dishonors her head, since it is the same as if her head were shaven. Every wife, അവിടെ വൈഫ് എന്നാ ESV എഴുതിയിരിക്കുന്നത്. പല വേർഷൻസിലും പല ട്രാൻസ്ലേഷൻസിലും വുമൺ എഴുതിയിട്ടുണ്ട്. ഇവിടെ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിരിക്കുന്നു. Every wife who prays or prophesies with her head uncovered dishonors her head, for it is just as if her head were shaved. ആദ്യം പറഞ്ഞ തല, അതായത് every wife who prays or prophesies with her head uncovered, അതായത് സ്വന്തം തല മറയ്ക്കാത്ത ഭാര്യ അല്ലെങ്കിൽ സ്ത്രീ. ഡിസോണേഴ്സ് ഹെർ ഹെഡ്, രണ്ടാമത് പറഞ്ഞ തല അവളുടെ ഭർത്താവ്, അവളുടെ
ഭർത്താവാണ്, അവളുടെ ശിരസ് ഭർത്താവാണ്, ഭാര്യയുടെ തല ഭർത്താവ്. 3-ാം വാക്യം നമ്മൾ ചിന്തിച്ചത് അതാണല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സഭയെ വന്നിട്ട് പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്തുകൊണ്ട് സ്വന്തം ഭർത്താവിനെ അപമാനിക്കുന്ന ഭാര്യ. തല മൂടാതെ നീ ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ, കെട്ടിത്തൂങ്ങിയ പോലെ ആടാൻ ഭർത്താവും. നമ്മുടെ അനീഷ് പാസ്റ്ററിന്റെ ഭാഷയിൽ പറഞ്ഞ വചനം വായിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ ഈ കോപ്രായത്തിന് കൂട്ടു നിൽക്കുവോ? ഈ ബൈബിളും പിടിച്ചുകൊണ്ട് ഈ വചനത്തിന് വിരുദ്ധമായി ദൈവസഭയിൽ പോലും വന്ന് പെരുമാറുന്ന ആളുകളെ എങ്ങനെയാ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? പുറത്താണെങ്കിൽ പോട്ടെന്ന് വിചാരിക്കും. ഇതും പിടിച്ചോണ്ട് ദൈവസഭയെ വന്നിട്ട് ഇതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നവരെ എന്തോ ഒരു കഷ്ടമാ. ദൈവത്തിന് സ്തോത്രം. 5-6 വാക്യങ്ങൾ വായിച്ചിട്ട് ഒരുമിച്ച്. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു, അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടമിടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു, അത് അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയല്ലോ. സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെയാണെന്ന്, തലയെ മൂടുപടം ഇട്ടില്ലെങ്കിൽ. ഇത് വേശ്യാവൃത്തിക്കും വ്യഭിചാരത്തിനും ശിക്ഷിക്കപ്പെട്ട് മുടി മുറിച്ചു മാറ്റിയ സ്ത്രീയെ പോലെ ആയിരിക്കും. ഏത്? അവൾ ക്ഷൗരം ചെയ്യിച്ചതുപോലെ അല്ലോ എന്ന് പറഞ്ഞത് വ്യഭിചാരത്തിനും വേശ്യാവൃത്തിക്കും ശിക്ഷിക്കപ്പെട്ടിട്ട് മുടി മുറിച്ചു മാറ്റിയ സ്ത്രീയെ പോലെയാണ്. വീണ്ടും വായിക്കുന്നു, സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്രിച്ചു കളയട്ടെ. തല മൂടുകയില്ല എന്ന് നിർബന്ധം പിടിക്കുന്ന സ്ത്രീ മുടി കത്രിച്ചു കളയേണ്ടതാണ്. ഈ സ്ത്രീ ആരെ പോലെയാണെന്ന് മുൻപ് ഞാൻ പറഞ്ഞത്. എന്തോ ചെയ്യണമെന്ന് തീരുമാനിച്ചോണം. പിന്നെ നാം വായിക്കുന്നു, കത്രിക്കുന്നതോ ക്ഷൗരം ചെയ്യിക്കുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ. അതായത് പുരുഷനെ പോലെയോ വേശ്യയെ പോലെയോ ആകുന്നത് ലജ്ജാകരമെങ്കിൽ മൂടുപടം ധരിച്ചു കൊള്ളണം. നമുക്ക് സംഖ്യാ പുസ്തകത്തിലേക്കൊന്ന് കടന്നു പോകാം. അതിന്റെ 5-ാം അധ്യായം 11 മുതൽ 29 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വേഗത്തിൽ വായിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സമയം നമ്മുടെ മുൻപിലില്ല. അവിടെ എഴുതിയിരിക്കുന്ന വിഷയം പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണമാണ്. നമ്പേഴ്സ് ചാപ്റ്റർ 5 വേഴ്സ് 11 to 29. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, വല്ല പുരുഷന്റെയും ഭാര്യ പിഴച്ച് അവനോട് ദ്രോഹിച്ച് ഒരുത്തൻ അവളോടുകൂടെ ശയിക്കുകയും അത് അവളുടെ ഭർത്താവിന് വെളിപ്പെടാതെ മറവായിരിക്കുകയും അവൾ അശുദ്ധയാകുകയും അവൾക്ക് വിരോധമായി സാക്ഷിയില്ലാതിരിക്കുകയും അവൾ ക്രിയയിൽ പിടിപെടാതിരിക്കുകയും ശങ്കവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധയായിരിക്കുകയും ചെയ്താൽ, അല്ലെങ്കിൽ ശങ്കാവിഷം അവനെ ബാധിച്ച് അവൻ ഭാര്യയെ സംശയിക്കുകയും അവൾ അശുദ്ധ അല്ലാതിരിക്കുകയും ചെയ്താൽ, ആ പുരുഷൻ ഭാര്യയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടു ചെല്ലണം. അവൾക്ക് വേണ്ടി വഴിപാടായിട്ട് ഒരിടങ്ങഴി യവപ്പൊടിയും കൊണ്ടുചെല്ലണം. അതിന്മേൽ എണ്ണ ഒഴിക്കരുത്, കുന്തിരിക്കം ഇടുകയും അരുത്. അത് സംശയത്തിന്റെ ഭോജനയാകുമല്ലോ.
അപരാധ ജ്ഞാപകമായ ഭോജനയാഗം തന്നെ. പുരോഹിതൻ അവളെ അടുക്കൽ വരുത്തി യഹോവയുടെ സന്നിധിയിൽ നിർത്തേണം. പുരോഹിതൻ ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലം എടുക്കണം. പുരോഹിതൻ തിരുനിവാസത്തിന്റെ നിലത്തെ പൊടി കുറെ എടുത്ത് ആ വെള്ളത്തിൽ ഇടേണം. പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവരുടെ തലമുടി അഴിച്ച് അപരാധ ജ്ഞാപകത്തിന്റെ ഭോജനയാഗം അവരുടെ കയ്യിൽ വെക്കണം. പുരോഹിതന്റെ കയ്യിൽ ശാപകരമായ കയ്പുവെള്ളവും ഉണ്ടായിരിക്കണം. പുരോഹിതൻ അവളെ കൊണ്ട് സത്യം ചെയ്യിച്ച് അവളോട് പറയേണ്ടത്, ആരും നിന്നോടുകൂടെ ശയിക്കുകയും നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ അശുദ്ധിയിലേക്ക് തിരികെയും ചെയ്തിട്ടില്ല എങ്കിൽ ശാപകരമായ ഈ കയ്പുവെള്ളത്തിന്റെ ദോഷം നിനക്ക് വരാതിരിക്കട്ടെ. എന്നാൽ നിനക്ക് ഭർത്താവ് ഉണ്ടായിരിക്കെ നീ പിഴച്ച് അശുദ്ധയാകുകയും നിന്റെ ഭർത്താവ് അല്ലാതെ മറ്റൊരു പുരുഷൻ നിന്നോടുകൂടി ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ പുരോഹിതൻ സ്ത്രീയെ കൊണ്ട് ശാപസത്യം ചെയ്യിച്ച് അവളോട്, യഹോവ നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ഉദരം വീർപ്പിക്കുകയും ചെയ്ത് നിന്റെ ജനത്തിന്റെ ഇടയിൽ നിന്നെ ശാപവും പ്രാക്കും ആക്കി തീർക്കട്ടെ. ശാപകരമായ ഈ വെള്ളം നിന്റെ കുടലിൽ ചെന്ന് നിന്റെ ഉദരം വീർപ്പിക്കുകയും നിന്റെ നിതംബം ക്ഷയിപ്പിക്കുകയും ചെയ്യുമെന്ന് പറയണം. അതിന് സ്ത്രീ ആമീൻ ആമീൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി കയ്പുവെള്ളത്തിൽ കഴുകി കലക്കണം. അവൻ ശാപകരമായ കയ്പുവെള്ളം സ്ത്രീയെ കുടിപ്പിക്കണം. ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് സംശയത്തിന്റെ ഭോജനയാഗം വാങ്ങി യഹോവയുടെ സന്നിധിയിൽ നിരാജനം ചെയ്ത് യാഗപീഠത്തിന്മേൽ അർപ്പിക്കണം. പിന്നെ പുരോഹിതൻ ഭോജനയാഗത്തിൽ ഒരു പിടിയെടുത്ത് യാഗപീഠത്തിന്മേൽ നിവേദ്യമായി ദഹിപ്പിക്കണം. അതിന്റെ ശേഷം സ്ത്രീയെ ആ വെള്ളം കുടിപ്പിക്കണം. അവൾ അശുദ്ധിയായി തന്റെ ഭർത്താവോട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വെള്ളം കുടിപ്പിച്ച ശേഷം ശാപകരമായ വെള്ളം അവളുടെ ഉള്ളിൽ ചെന്ന് കയ്പായി തീരും. അവളുടെ ഉദരം വീർക്കുകയും നിതംബം ക്ഷയിക്കുകയും സ്ത്രീ തന്റെ ജനത്തിന്റെ ഇടയിൽ ശാപഗ്രസ്തയായിരിക്കുകയും ചെയ്യും. എന്നാൽ സ്ത്രീ അശുദ്ധയാകാതെ നിർമ്മലയാകുന്നുവെങ്കിൽ അവൾക്ക് ദോഷം വരികയില്ല, അവൾ ഗർഭം ധരിക്കും. ഇതാകുന്നു പാതിവൃത്യ സംശയം സംബന്ധിച്ചുള്ള പ്രമാണം. സ്തോത്രം. ഇവിടെ തന്റെ ഭാര്യ പിഴച്ചു എന്ന സംശയം ഒരു പുരുഷനുണ്ടാകുന്നു. ശങ്കാവിഷം, അതായത് സംശയത്തിന്റെ വിഷം അവന്റെ ഉള്ളിൽ കയറുന്നു. സംശയമായതിനാൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന്, അവൾ അശുദ്ധയാകാം, അല്ലെങ്കിൽ അശുദ്ധയല്ലാതിരിക്കാം. ഇതെങ്ങനെ തെളിയിക്കും? അന്ന് ഫോറൻസിക് ഒന്നും ഇല്ലായിരുന്നു, വാട്സാപ്പ് ഒന്നും നോക്കാനുള്ള പ്രൊവിഷൻ ഇല്ലായിരുന്നു, ആരോടെങ്കിലും ചാറ്റ് ചെയ്തിട്ടുണ്ടോ, ചാറ്റ് ഹിസ്റ്ററി ഒന്നും എടുക്കാനുള്ള പ്രൊവിഷൻ ഇല്ല, ക്യാമറ ഇല്ല. എല്ലാറ്റിനും ഒരു ഓപ്ഷനേ ഉള്ളൂ, പുരോഹിതന്റെ അടുക്കൽ ചെല്ലുക. ഈ വിഷയത്തിലും പുരോഹിതന്റെ അടുക്കൽ ചെന്നു. അന്നൊക്കെ വിശ്വസിച്ച് ചെല്ലായിരുന്നു. ഇപ്പൊ ആണെങ്കിൽ വേറെ കുറെ വിഷയങ്ങളോട് നടക്കും. അപ്പൊ ഈ വിഷയത്തിനും രണ്ടുപേരും കൂടെ പുരോഹിതന്റെ അടുക്കൽ ചെല്ലുന്നു. എന്നിട്ട് സംശയത്തിന്റെ ഭോജനയാഗം അല്ലെങ്കിൽ അപരാധ ജ്ഞാപകമായ ഭോജനയാഗം കഴിക്കുവാനായി ചെല്ലുന്നത്. അവിടെ ഇംഗ്ലീഷില് ഇനിക്വിറ്റി ടു റിമെമ്പറൻസ്, അപരാധ ജ്ഞാപകം. പതിനെട്ടാം വാക്യം ഇപ്രകാരം നാം വായിച്ചു: പുരോഹിതൻ സ്ത്രീയെ യഹോവയുടെ സന്നിധിയിൽ നിർത്തി അവളുടെ തലമുടി അഴിച്ച്, അതാ നമ്മുടെ വിഷയം, അപരാധ ജ്ഞാപകത്തിന്റെ ഭോജനയാഗം അവളുടെ കയ്യിൽ വയ്ക്കണം. പുരോഹിതന്റെ കയ്യിൽ ശാപകരമായ കയ്പുവെള്ളവും ഉണ്ടായിരിക്കണം. ഇവിടെ അവളുടെ തലമുടി അഴിക്കണം. സ്ത്രീ തലമൂടുന്നത് ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നതിന്റെ ഒരു അടയാളമാണ്. ഇവിടെ തല മൂടാതിരിക്കുന്നത് അർത്ഥമാക്കുന്നത് സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന ഭർത്താവിന്റെ സംരക്ഷണയിൽ നിന്ന് അവൾ മാറ്റപ്പെട്ടു എന്ന, ഇനി നിനക്ക് എന്റെ സംരക്ഷണം ഇല്ല.
അതാ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ സ്ത്രീ തലമൂടുന്നത് ഭർത്താവിന് കീഴടങ്ങിയിരിക്കുന്നതിന്റെ, അവന്റെ സംരക്ഷണത്തിന്റെ ഒരു അടയാളമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ദൈവസഭയെ പോലും പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് നൃത്തം ചെയ്യുന്ന അമ്മാമ്മമാരെ, ദൈവത്തിന്റെ വചനം വ്യക്തമായി വായിച്ചിട്ട് ഇതും പിടിച്ചുകൊണ്ട് അത് ചെയ്യുന്നെന്ന് ഓർക്കുമ്പോൾ വളരെ വിഷമമുള്ള കാര്യമാണ്. ഈ വിഷയം ഇവിടെ പൂർത്തീകരിക്കുന്നില്ല. ദൈവം ഉദ്ദേശിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇത് കണ്ടിന്യൂ ചെയ്യും. കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.